അങ്ങനെ ഞങ്ങളുടെ സ്വപ്നയാത്രയായ മാൽഡീവ്സിലേക്കുള്ള ജേർണി ഇവിടെ തുടങ്ങുകയാണ്. ഇന്ത്യൻസിന് മാൽദീവ്സിലോട്ട് വിസ ഓൺ അറൈവലാണ്. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മളൊരു ട്രാവൽ ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഇമൂഗ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന്. അതിൻ്റെ ഡീറ്റെയിൽസിന് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇമൂഗ ഡിക്ലറേഷൻ്റെ കാര്യം എയർപോർട്ടിൽ എത്തിയിട്ടായിരുന്നു അറിഞ്ഞത്. പക്ഷെ നമുക്കത് അവിടെ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റി. നിങ്ങൾ മാൽദീവ്സിലോട്ട് പോകുമ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ ഇത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ ടു കൊച്ചി, കൊച്ചി ടു മാലി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം തന്നെ പുറത്ത് നമുക്ക് കുറേ കൗണ്ടേഴ്സ് കാണാൻ പറ്റും, കുറേ റിസോർട്ട്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ട്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തത് കൊക്കോബോധോ ഹിത്തിയാണ്. അപ്പം ഞങ്ങൾ ആ കൗണ്ടറിൽ പോയി ഞങ്ങളുടെ ബുക്കിംഗ് കൺഫേം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വരും ബോട്ടിൽ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ സ്പീഡ് ബോട്ടിൽ റിസോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആണ് വരുന്ന ടൈം. മറ്റ് റിസോർട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി അടുത്താണ് നമുക്ക്. ഈ ഒരു 30 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഫൈനലി ഞങ്ങളിതാ നമ്മുടെ റിസോർട്ട് എത്തി, കൊക്കോബോധോ ഹിത്തി. കടലിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഐലൻഡിലുള്ളൊരു ബ്യൂട്ടിഫുൾ റിസോർട്ട് തന്നെയായിരുന്നു ഇത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഹോസ്റ്റ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ ഞങ്ങൾക്ക് എല്ലാ ഗൈഡും തരുകയാണ്. റിസോർട്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് ഞങ്ങളെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ അതിൽ റിസോർട്ടിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു മാപ്പും തന്നായിരുന്നു. ഇതാണ് ഐലൻഡ് വില്ല. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത്. ഇവിടെ ഒരു സ്നാക്ക് ബാർ ഉണ്ട്. ഇതിൽ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു, ചിലതൊക്കെ പെയ്ഡായിരുന്നു. എവിടെയാണ് ബെഡ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പൂളിലേക്കുള്ള എൻട്രിയാണ്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്ക് ബാത്ത് ടബും വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ബീച്ച് വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നമുക്ക് സൈഡിൽ ടേബിളൊക്കെ ഉണ്ട്, കിടക്കാനും ഇരിക്കാനും സ്ഥലങ്ങളുണ്ട്. നല്ലൊരു പ്രൈവറ്റ് ബീച്ച് തന്നെയായിരുന്നു അത്. അങ്ങനെ റൂം ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, ഡയറക്റ്റ് പൂളിലേക്ക് ചാടി. പിന്നെ കുറച്ച് സമയം അവിടെയായിരുന്നു. ഈവനിങ് ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നോർക്കലിംഗ് കിറ്റും മറ്റ് എക്യുപ്മെൻറ്റ്സും കിട്ടും. അതൊക്കെ ഫ്രീ ആണ്. അതുകൂടാതെ ഇവിടെ കുറച്ച് പെയ്ഡ് വാട്ടർ സ്പോർട്സും ഉണ്ട്, ലൈക്ക് സ്കൂബ ഡൈവിങ്, കയാക്കിംഗ് ഒക്കെ. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് വേറെ സ്ഥലങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
ഇതാണ് സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാട്ടർ വില്ലയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. പോകുന്ന വഴി ഒരു ഇൻഫിനിറ്റി പൂളും കാണാം, ഒരു ഓപ്പൺ ഷവറും നമുക്കിവിടെ ഉണ്ട്. എൻട്രൻസിൻ്റെ സൈഡിൽ നമുക്കൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയായപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്, കാരണം അവിടെ ലൈഫ് ഗാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഡീപ്പും ആയിരുന്നു. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ ഇറങ്ങാനാണ് അവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മാൽഡീവിയൻ ഡാൻസ് ആണ്. ഇത് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൂടി അറേഞ്ച് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ഗസ്റ്റുകൾക്ക് വേണമെങ്കിൽ പോയി ഡാൻസൊക്കെ കളിച്ച് കുറച്ച് ടൈം എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ മാൽദീവ്സ്. പതിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ ബോട്ടിന് വേണ്ടി പോവാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു പ്ലെസൻറ്റ് സ്റ്റേ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.